പശ്ചിമഘട്ട മലനിരകളിൽ വീണ്ടും ഒരു നീല വസന്തത്തിന് തയ്യാറെടുക്കുകയാണ്. കടുത്ത ഭൂമി കയ്യേറ്റങ്ങളിൽ നിന്നും അനധികൃത നിർമ്മാണങ്ങളിൽ നിന്നും സർക്കാർ വിട്ടുവീഴ്ചയില്ലാതെ മോചിപ്പിച്ച ചൊക്രമുടി ഉൾപ്പെടെ 5 പ്രമുഖ കേന്ദ്രങ്ങളാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ മഹാവിസ്മയത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മലനിരകൾ പർപ്പിൾ കടലാകാൻ ഒരുങ്ങുന്നത്. വിനോദസഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കുവാനുമുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഭരണകൂടം നടത്തിവരുന്നത്. യാത്രാപ്രേമികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ വീണ്ടും ഒരു നീലപ്പൊട്ടുടുക്കാൻ ഒരുങ്ങുകയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന സ്ട്രോബിലിയാന്താസ് കുന്തിയാന ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിപ്പൂക്കളാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ മൂന്നാറിനെ നീലക്കടലാക്കി മാറ്റുക. ഇത്തവണയും ഇരവികുളം ദേശീയോദ്യാനത്തിന് പുറത്തുള്ള 5 സ്വാഭാവിക പുൽമേടുകളിലാണ് പ്രധാനമായും കുറിഞ്ഞി വസന്തം വിരുന്നെത്തുന്നത്. ചൊക്രമുടി, മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നീ 5 കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ കുറിഞ്ഞിച്ചെടികൾ പലതും പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഇത്തവണത്തെ കുറിഞ്ഞി സീസണിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായ ചൊക്രമുടി മലനിരകളാണ്. മുൻവർഷങ്ങളിൽ റിസോർട്ട് മാഫിയകൾ കയ്യേറി തച്ചുടച്ച 13 ഏക്കറിലധികം ഭൂമിയുടെ പട്ടയം റദ്ദാക്കി സർക്കാർ അത് പൂർണ്ണമായി തിരിച്ചു പിടിച്ചിരുന്നു. മനുഷ്യന്റെ കടന്നുകയറ്റങ്ങൾ ഒഴിഞ്ഞതോടെ പ്രകൃതി അതിന്റെ സ്വാഭാവികത വീണ്ടെടുക്കുന്നതിന്റെ അടയാളമാണ് ചൊക്രമുടിയിൽ ഇപ്പോഴും ദൃശ്യമാകുന്ന നീലവസന്തം. ചൊക്രമുടിക്ക് ചുറ്റും ജീവിക്കുന്ന മുതുവാൻ ആദിവാസി വിഭാഗത്തിന്റെ തങ്ങളുടെ പവിത്രമായ മലനിരകൾ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന്റെ ഒരു പുണ്യ നിമിഷം കൂടിയാണിത്. കുറിഞ്ഞി സീസൺ പ്രമാണിച്ച് വൻതോതിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കുവാൻ ജില്ലാ ഭരണകൂടം അനൌദ്യോഗികമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദേവികുളം സബ് കളക്ടർ VM ആര്യയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ്, KFDC, DTPC, വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ അടിയന്തര യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഓൺലൈൻ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് പ്രധാന തീരുമാനം. മേഖലയിലെ കനത്ത ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ KSRTC ബസ്സുകൾ ഉൾപ്പെടെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തും. മനുഷ്യൻ ഒഴിഞ്ഞുപോയ മണ്ണിൽ പ്രകൃതി വീണ്ടും ഒരു വിസ്മയമൊരുക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ. വിനോദസഞ്ചാരത്തിനൊപ്പം കനത്ത പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കി ഈ നീലവസന്തത്തെ വരവേൽക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് അധികൃതരും. സിറ്റി വിഷൻ, മൂന്നാർ.